ഹലോ ഫ്രണ്ട്സ്, ഇന്നത്തെ നമ്മുടെ ക്ലാസ് പവർ പോയിന്റ് ആണ്. അപ്പോൾ ഒരുപാട് പേര് റിക്വസ്റ്റ് ചെയ്തിട്ടുള്ള ടോപ്പിക്കാണ് പവർ പോയിന്റ്. അപ്പോൾ നമുക്കിന്ന് പവർ പോയിന്റ് സ്റ്റാർട്ട് ചെയ്യാം. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് മെയിനായിട്ടും ഇതിൻ്റെ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളാണ്. അതായത് എങ്ങനെ നമുക്ക് സിമ്പിളായിട്ടൊരു സ്ലൈഡ് ക്രിയേറ്റ് ചെയ്യാം, അതെങ്ങനെ നമുക്ക് സേവ് ചെയ്യാം, സേവേഴ്സും തമ്മിലുള്ള ഡിഫറൻസ്, അതുപോലെ തന്നെ ഓപ്പൺ ചെയ്യുന്നത് എങ്ങനെയാണ്, ആ ഫയൽ നമ്മൾ ഓപ്പൺ ചെയ്യുന്നത് എങ്ങനെയാണ്, ഇതൊക്കെയാണ് നമ്മൾ ഇന്നത്തെ ടോപ്പിക്കിൽ ഡിസ്കസ് ചെയ്യുന്നത്. പിന്നെ അതുപോലെ തന്നെ നിങ്ങൾക്ക് മെയിനായിട്ട് കുറച്ച് കാര്യങ്ങൾ, അതായത് പ്രസൻറ്റേഷനായിട്ട് എങ്ങനെ ഈ സ്ലൈഡ്സ് കൊടുക്കാം, അതൊക്കെയാണ് ഇന്ന് നമ്മൾ. അതേപോലെ തന്നെ ഓട്ടോ സേവ് എന്നുള്ള ഓപ്ഷൻ, അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങളാണ് ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ ഇതേപോലെ തന്നെ നമ്മൾ എക്സലിൻ്റെ അതുപോലെ തന്നെ വേർഡിൻ്റെ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളും കുറച്ച് എക്സലിൻ്റെ 8 വീഡിയോസോളം നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ വേർഡിൻ്റെ ഒരു 5 പാർട്സ് ആണെന്ന് തോന്നുന്നു ഇട്ടിട്ടുണ്ട്. അപ്പോൾ പവർ പോയിന്റ് ഇത് ഫസ്റ്റ് ക്ലാസ് ആണ്, എല്ലാവരും കാണുക, സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ മനസ്സിലായിട്ടുണ്ടെങ്കിൽ നിങ്ങൾ മറക്കാണ്ട് ലൈക്ക് ചെയ്യുക, അതുപോലെ തന്നെ മറ്റുള്ളവർക്കായിട്ട് ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമുക്ക് ക്ലാസ് സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ നമുക്ക് എങ്ങനെയാണ് പവർ പോയിന്റ് സ്റ്റാർട്ട് ചെയ്യാൻ നോക്കാം, അതായത് എങ്ങനെയാണ് അത് എടുക്കുന്നതെന്ന് നോക്കാം നമുക്ക്. അപ്പോൾ ഒന്നുകിൽ നിങ്ങൾക്ക് ഇവിടെ ടൈപ്പ് ഹിയർ ടു സെർച്ച് എന്നുള്ള ഒരു ഓപ്ഷൻ ഉണ്ട്. അതല്ലാണ്ട് നിങ്ങൾക്ക് ഈ വിൻഡോസ് കീ അല്ലെങ്കിൽ കീബോർഡിൽ വിൻഡോസ് കീ പ്രസ് ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇങ്ങനെയുള്ള ഓപ്ഷൻ കാണാം. അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് വന്നിട്ടുണ്ടാവും ഓഫീസ് എന്നുള്ള ഒരു സംഭവം വന്നിട്ടുണ്ടാവും. മൈക്രോസോഫ്റ്റ് ഓഫീസിൽ പവർ പോയിന്റും വേർഡും എല്ലാം വരും. അപ്പോൾ അങ്ങനെ നിങ്ങൾക്ക് എടുക്കാം. അതല്ലാണ്ട് ഞാൻ കാണിച്ചു തരാം. ടൈപ്പ് ഹിയർ ടു സെർച്ച് എന്നുള്ളതിൽ നമ്മൾ ജസ്റ്റ് ഒന്ന് പവർ എന്ന് അടിക്കുമ്പോൾ തന്നെ പവർ പോയിന്റ് മേലെ വരും. ഓക്കെ, അപ്പോൾ ഇവിടെ ഡബിൾ ക്ലിക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് ഓപ്പൺ ചെയ്യാം. ഇനി നമുക്കിവിടെ എപ്പോഴും നമ്മൾ യൂസ് ചെയ്യുന്ന ഒരു സംഭവമാണെന്നുണ്ടെങ്കിൽ നമുക്കിത് ടാസ്ക് ബാറിൽ പിൻ ചെയ്ത് വയ്ക്കാം. അതെങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളിങ്ങനെ റൈറ്റ് ക്ലിക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ ഇങ്ങനെയുള്ള ഓപ്ഷൻ കിട്ടും. ഇതിൽ നമുക്ക് താഴേക്ക് പോയാൽ കാണാം പിൻ ടു ടാസ്ക് ബാർ അല്ലെങ്കിൽ പിൻ ടു സ്റ്റാർട്ട് എന്നുള്ള ഓപ്ഷൻ ഉണ്ട്. അപ്പോൾ ഞാനിവിടെ ടാസ്ക് ബാറിലൊന്ന് പിൻ ചെയ്ത് വെക്കുകയാണ്, കാരണം നമ്മുടെ ക്ലാസ്സിന് കുറച്ച് ദിവസം പവർ പോയിന്റ് ആയിരിക്കുമല്ലോ. അപ്പോൾ പിൻ ടു ടാസ്ക് ബാർ എന്ന് പറഞ്ഞിട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ ഉടനടി നമുക്കിത് താഴെ നിങ്ങൾ കണ്ടായിരിക്കും പവർ പോയിന്റ് അതിൻ്റെ സിമ്പിൾ വന്നു ഇവിടെ. അത് അവിടെ നിന്ന് നമുക്കിനി എടുക്കാൻ പറ്റും. അല്ലാതെ നമുക്കിവിടെ പവർ പോയിന്റ് ഡബിൾ ക്ലിക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ എടുക്കാൻ പറ്റും. അപ്പോൾ ഞാൻ കാണിച്ചു തരാം. ടാസ്ക് ബാറിൽ പോയിട്ട് ഞാനിവിടെ ഡബിൾ ക്ലിക്ക് ചെയ്യുകയാണ്, കണ്ടോ? അപ്പോൾ ഇങ്ങനെയും എനിക്ക് പവർ പോയിന്റ് ഓപ്പൺ ചെയ്ത് എടുക്കാൻ പറ്റും. അപ്പോൾ നിങ്ങൾ ഡെയിലി യൂസ് ചെയ്യുന്നവരാണെങ്കിൽ നിങ്ങൾക്കിങ്ങനെ എടുത്ത് വയ്ക്കാം, അതായത് പിൻ ചെയ്ത് വയ്ക്കാം. അപ്പോൾ നമുക്ക് പവർ പോയിന്റ് എടുക്കുമ്പോൾ ഫസ്റ്റ് ഇങ്ങനെയുള്ള ഒരു സ്ക്രീനാണ് കിട്ടുക, ഇങ്ങനെയുള്ള ഒരു വിൻഡോ ആണ് കിട്ടുക. ഇതിൽ നമുക്ക് ബ്ലാങ്ക് പ്രസൻറ്റേഷൻ ഉണ്ട്. അതല്ലാതെ നമുക്ക് ഒരുപാട് തീംസ് അവൈലബിൾ ആണ്, ടെംപ്ലേറ്റ്സ് അവൈലബിൾ ആണ്. അങ്ങനെ നമുക്കിനി ഓൺലൈനായിട്ട് വേണമെങ്കിൽ അങ്ങനെ ചെയ്യാം. ഓക്കെ, അപ്പോൾ ഇവിടെ സൈഡിൽ നിങ്ങൾക്ക് കാണാൻ പറ്റും ഹോം, ന്യൂ, ഓപ്പൺ, അക്കൗണ്ട്, ഫീഡ്ബാക്ക്, ഓപ്ഷൻസ് എന്നുള്ള കുറച്ച് ഓപ്ഷൻസ് കൂടി നിങ്ങൾക്ക് ഇവിടെ ഈ സൈഡിൽ കാണാൻ പറ്റും. അതൊക്കെ നമുക്ക് ലേറ്റർ ഡിസ്കസ് ചെയ്യാം. ഇപ്പോൾ നമ്മൾ ജസ്റ്റ് നമുക്ക് ബ്ലാങ്ക് ഡോക്യുമെൻറ്റുമായിട്ട് സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ ബ്ലാങ്ക് പ്രസൻറ്റേഷൻ എങ്ങനെ എടുക്കാം, ഇതും ഒന്ന് ഡബിൾ ക്ലിക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ മൗസിൽ ഡബിൾ ക്ലിക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് ഒരു ബ്ലാങ്ക് ഡോക്യുമെൻറ്റ് കിട്ടുന്നതായിരിക്കും. അപ്പോൾ ഇങ്ങനെയായിരിക്കും നമ്മുടെ ഫസ്റ്റ് വിൻഡോ വരുന്നത്. അപ്പോൾ ഡിസൈൻ ഐഡിയാസ് എന്നൊക്കെ പറഞ്ഞിട്ട് ഇവിടെ ഉണ്ട്, അതൊക്കെ ഞാൻ ക്ലോസ് ചെയ്യുകയാണ്. നമുക്കെല്ലാം ഓരോന്നോരോന്നായിട്ട് ഡിസ്കസ് ചെയ്ത് പോവാം. അപ്പോൾ നമുക്ക് പവർ പോയിന്റ് എടുക്കുമ്പോൾ നമുക്ക് ഇങ്ങനെയുള്ളൊരു സ്ക്രീനാണ് കിട്ടുന്നത്. അപ്പോൾ ഇതെന്താ നമുക്കൊന്ന് പരിചയപ്പെടാം. വേർഡ് എടുത്തപ്പോൾ ഞാൻ ഒരുപാട് ഇതിൻ്റെ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഈ ഒരു സംഭവമൊക്കെ എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ടായിരുന്നു, ഞാൻ പറയാം. ഈ മേലെ കാണുന്നുണ്ടല്ലോ ഫയൽ, ഹോം, ഇൻസേർട്ട്, ഡ്രോ, ഡിസൈൻ, ട്രാൻസിഷൻസ് എന്നൊക്കെ കാണുന്ന ഈ സംഭവത്തിന് പറയുന്ന പേരാണ് ടാബ്സ് എന്ന് പറയും നമ്മൾ. അതായത് ഹോം ടാബ്, ഇൻസേർട്ട് ടാബ്, ഡ്രോ ടാബ്, ഡിസൈൻ ടാബ്, അങ്ങനെ അത് ടാബുകൾ എന്ന് പറയും. അപ്പോൾ ഈ ഓരോ ടാബിൻ്റെ അടിയിലും ഫോർ എക്സാമ്പിൾ എന്താണ് ഈ ഹോം ടാബിൻ്റെ അണ്ടറിൽ വരുന്ന ഈ ടൂൾസ് ഉണ്ടല്ലോ, ഓക്കെ, ഈ ടൂൾസിനെയാണ് നമ്മൾ റിബൺസ് എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ഇൻസേർട്ട് ടാബിൻ്റെ അണ്ടറിൽ വരുന്നതിന് നമ്മൾ ഇതിനെയും ടൂൾസ് എന്ന് പറയും. ഓക്കെ, ഇതിനെ റിബൺസ് എന്ന് പറയും, ഈ ടൂൾസിനെ റിബൺസ് എന്ന് പറയും. ഓക്കെ, മനസ്സിലായല്ലോ? അപ്പോൾ ഇങ്ങനെയുള്ള ഈ സംഭവത്തിനെയാണ് റിബൺ എന്ന് പറയുന്നത്, അത് ഓർമ്മിക്കാം. അപ്പോൾ ഓരോ ടാബിൻ്റെ അണ്ടറിലും അതിൻ്റെതായ ടൂൾസ് കൊണ്ട് അവർ ആ ഫോം ചെയ്തിട്ടുള്ള സംഭവത്തിനെയാണ് നമ്മൾ റിബൺ എന്ന് പറയുന്നത്. ഇനി ഈ റിബൺസിനെ ഗ്രൂപ്പ് ചെയ്തിട്ടുള്ളത്, അതായത് ഓരോ ഗ്രൂപ്പ് ആക്കിയിട്ടുണ്ട്. ഫോർ എക്സാമ്പിൾ എന്താണ്, ഹോം ടാബിൻ്റെ അണ്ടറിൽ പോവുകയാണെങ്കിൽ നിങ്ങൾക്ക് കാണാം ഒരു ഗ്രൂപ്പ് ക്ലിപ്പ് ബോർഡാണ്, പിന്നെ ഉള്ളത് സ്ലൈഡ്സ് ആണ്,
പിന്നെ വരുന്നത് ഫോണ്ടാണ്, പിന്നെ പാരഗ്രാഫ്സ്. അങ്ങനെ ഓരോ സംഭവത്തിന് വേണ്ടിയിട്ടുള്ള ഡിസൈൻസിന് വേണ്ടിയിട്ടുള്ള ടൂൾസിനെ അവർ സെപ്പറേറ്റ് ഗ്രൂപ്പ് ആക്കിയിട്ടാണ് തിരിക്കുന്നത്. അപ്പോൾ ഒന്നുകൂടി പറയാം. ഫസ്റ്റ് വൺ ടാബാണ്. ടാബിൻ്റെ അണ്ടറിൽ വരുന്നത് റിബൺസ് ആണ്. പിന്നെ അതിനെ ഗ്രൂപ്പ് ചെയ്തിട്ടുണ്ട്. ആ ഒരു ഗ്രൂപ്പിൽ ആണ് നമ്മൾ ഓരോ പർട്ടിക്കുലർ നമുക്ക് വേണ്ടുന്ന ഓരോരോ കാര്യങ്ങൾക്ക്, അതായത് ഇപ്പോൾ ഫോണ്ട് ഫോർമാറ്റിംഗ് ആണെങ്കിൽ, പാരഗ്രാഫ് ഫോർമാറ്റിംഗ് ആണെങ്കിൽ, അതിനെയൊക്കെ നമ്മൾ സെപ്പറേറ്റ് ഗ്രൂപ്പ് ആക്കിയിട്ട് തരംതിരിച്ചിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ മനസ്സിലായല്ലോ. അതുപോലെ തന്നെ ഈ ഗ്രൂപ്പിൻ്റെ ഈ അടിയിൽ കാണാൻ നിങ്ങൾക്ക് ഇങ്ങനെയൊരു ബട്ടൺ അല്ലേ. ഇതെന്ന് പറയുന്ന എക്സ്ട്രാ എന്തെങ്കിലും കസ്റ്റമൈസ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ബട്ടണാണ്. അത് ചിലതിനൊക്കെ അങ്ങനെയുള്ള ഒരു പാരഗ്രാഫിനുണ്ട്, ഡ്രോയിങ്ങിനുണ്ട്, അങ്ങനെ ചില ഓപ്ഷൻസിന്, ചില ഗ്രൂപ്പിന് അങ്ങനെയുള്ള ഒരു ബട്ടൺ കാണാം നിങ്ങൾക്ക്. ഇനിയിപ്പോൾ അപ്പോൾ അത്രയും ക്ലിയർ ആയിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. അതുപോലെ തന്നെ വേറൊരു കാര്യം പറയാനുള്ളത്, ഫയലിൽ പോയിട്ടുണ്ടെങ്കിൽ നമുക്ക് അക്കൗണ്ട് എടുത്തിട്ടുണ്ടെങ്കിൽ നിങ്ങളോട് ഞാൻ ആദ്യം പറഞ്ഞ പോലെ തന്നെ ഏത് വേർഷനാണ് നമ്മൾ യൂസ് ചെയ്യുന്നതെന്ന് കാണാം. ഇനിയിപ്പോൾ നമ്മുടെ ഈ വിൻഡോയിൽ അപ്പോൾ നിങ്ങൾക്ക് ബാക്കി എല്ലാ കാര്യങ്ങളും മനസ്സിലായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. ഇനിയിപ്പോൾ ഈ വിൻഡോയിൽ ഞാനൊന്ന് ടൈപ്പ് ചെയ്യാണ്. ക്ലിക്ക് ടു ആഡ് ടൈറ്റിൽ എന്ന് പറഞ്ഞിട്ട് നിങ്ങൾക്ക് കാണുന്നുണ്ട് അല്ലേ. 2 ബോക്സ് ആയിട്ടാണ് നമുക്കിവിടെ കിട്ടിയിരിക്കുന്നത്. അപ്പോൾ ഈ ഒരു പവർ പോയിൻറ്റിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത്, ഈ ഡിസൈൻ എപ്പോൾ വേണമെങ്കിലും നമ്മൾ പ്രസൻറ്റ് അതായത് മീൻസ് നമ്മളിപ്പോൾ ഓരോ സ്ലൈഡ്സായിട്ട് ക്രിയേറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണെന്ന് വിചാരിക്കുക. അപ്പോൾ ഏതെങ്കിലും ഒരു സ്ലൈഡ് എത്തുമ്പോൾ നമുക്ക് തോന്നുകയാണ് ഈ പ്രസൻറ്റേഷൻ അത്ര നല്ലതല്ല, നമ്മുടെ ടൈറ്റിലിന്, നമ്മുടെ ആ ഒരു പ്രസൻറ്റ് ചെയ്യുന്ന ആ സ്റ്റൈലിന് ഇത് യോജിച്ചല്ല എന്ന് തോന്നുകയാണെങ്കിൽ, മാച്ച് ആവുന്നില്ല എന്ന് തോന്നുകയാണെങ്കിൽ, നമുക്ക് ഉടനെ തന്നെ നമ്മുടെ ഈ പ്രസൻറ്റേഷൻ്റെ സ്റ്റൈൽ, അതായത് ഈ ഒരു സ്ലൈഡിൻ്റെ സ്റ്റൈൽ നമുക്ക് മാറ്റാം. അപ്പോൾ അതാണ് ഒരു വലിയ പ്രത്യേകത. അപ്പോൾ ക്ലിക്ക് ടു ആഡ് ടൈറ്റിൽ എന്നുണ്ട്. ഇത് നിങ്ങൾക്ക് എപ്പോൾ വേണമെങ്കിലും ചേഞ്ച് ആക്കാം. അതാണ് ഞാൻ പറഞ്ഞതിൻ്റെ മീനിങ്. ഓക്കെ, അപ്പോൾ ഞാൻ ജസ്റ്റ് നമ്മൾ പവർ പോയിൻ്റ് ആണല്ലോ പഠിക്കുന്നത്, അപ്പോൾ പവർ പോയിൻ്റ് എന്ന് തന്നെ ഞാൻ ഇവിടെ ടൈപ്പ് ചെയ്യണം. ക്ലിക്ക് ടു ആഡ് സബ് ടൈറ്റിൽ. ഇപ്പോൾ നമുക്ക് എന്തെങ്കിലും സബ് ടൈറ്റിൽസ് ഉണ്ടെങ്കിൽ നമുക്കത് ഇവിടെ ആഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഞാനിവിടെ ഓക്കെ, പവർ പോയിൻ്റ് പ്രസൻറ്റേഷൻ ആയിക്കോട്ടെ. ജസ്റ്റ് നിങ്ങൾക്ക് ഞാനൊന്ന് പ്രസൻറ്റേഷൻ എന്താണെന്ന് വെച്ചാൽ നമുക്ക് ജസ്റ്റ് ഒന്ന് ഞാൻ സേവ് ചെയ്യുന്നതൊക്കെ പറഞ്ഞുതരാം. ഇത് ഇവിടെ ഔട്ട്സൈഡ് കൊണ്ടുപോയിട്ട് ക്ലിക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ എൻ്റെ ആ ബോക്സസ് ഒക്കെ പോയി ജസ്റ്റ് പവർ പോയിൻ്റ് പ്രസൻറ്റേഷൻ എന്ന് മാത്രം എൻ്റെ സ്ലൈഡ് വന്നു. അപ്പോൾ ഇനി ഇതെങ്ങനെ നമുക്ക് സേവ് ചെയ്യാം എന്നുള്ളത്, ഫയലിൽ പോവാം. നമുക്ക് 2 ഓപ്ഷൻസ് ഉണ്ട്, സേവ് ഉണ്ട്, സേവ് ആസ് ഉണ്ട്. സേവിൻ്റെ ഷോർട്ട് കട്ട് അറിയാലോ, Ctrl+S ആണ്. അപ്പോൾ സേവും സേവ് ആസും ഉണ്ട്. അത് തമ്മിലുള്ള ഡിഫറൻസ് എന്താണെന്ന് ഞാൻ വേർഡ് എടുക്കുമ്പോൾ നന്നായിട്ട് പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നു. അറിയാത്തവർക്ക് വേണ്ടിയിട്ട് ഒന്ന് ഷോർട്ടായിട്ട് പറയാം. അങ്ങനെ പുതിയതായിട്ട് നമ്മൾ ക്രിയേറ്റ് ചെയ്ത ഫയലിന് നമ്മൾ സേവ് അടിച്ചാൽ മതി. ഇനി അതല്ല, നമ്മൾ എന്തെങ്കിലും മോഡിഫൈ ചെയ്തു, മീൻസ് നമ്മൾ എന്തെങ്കിലും ഇപ്പം നമ്മൾ ഓൾറെഡി ക്രിയേറ്റ് ചെയ്ത് വെച്ച ഫയലിൽ നമ്മൾ എന്തെങ്കിലും മോഡിഫൈ ചെയ്യുകയാണെന്ന് വിചാരിക്കുക. അങ്ങനെ മോഡിഫൈ ചെയ്യുന്നുണ്ടെങ്കിൽ നമ്മൾ സെക്കൻഡ് ചെയ്യേണ്ടത് സേവ് തന്നെയാണ്. ഇനി അതല്ല, രണ്ടാമത് നമുക്കത് വേറൊരു ഫയലായിട്ട് തന്നെയാണ് സേവ് ചെയ്യേണ്ടത്. അതായത് നമ്മൾ ഓൾറെഡി ക്രിയേറ്റ് ചെയ്ത ഫയൽ കൂടാണ്ട് മോഡിഫൈ ചെയ്ത ഫയൽ വേറെ തന്നെയാണ് സേവ് ചെയ്യേണ്ടതെങ്കിൽ നമ്മൾ യൂസ് ചെയ്യേണ്ടത് സേവ് ആസ് ആണ്. ഇതാണ് സേവും സേവ് ആസും തമ്മിലുള്ള ഡിഫറൻസ്. അപ്പോൾ സേവ് ആസ് എടുക്കുകയാണ്. സേവ് ആസ് എടുക്കുമ്പോൾ നമ്മളോട് ചോദിക്കും ഇത് എവിടെയാണ് സേവ് ചെയ്യേണ്ടതെന്നുള്ളത്. ദിസ് PC അല്ലെങ്കിൽ OneDrive ഉണ്ട്. ദിസ് PC എന്നുള്ള ഓപ്ഷൻ ഞാൻ എടുക്കുകയാണ്. അതായത് നമ്മുടെ ഈ സിസ്റ്റത്തിൽ തന്നെ നമുക്ക് സേവ് ചെയ്യാൻ പറ്റും. അപ്പോൾ എവിടെയാണ് എൻ്റർ ഫയൽ നെയിം ഹിയർ, നമുക്ക് ഓട്ടോമാറ്റിക് ഫയൽ നെയിം പവർ പോയിൻ്റ് എന്ന് ഞാൻ ജസ്റ്റ് പവർ എന്ന് പറഞ്ഞിട്ട് കൊടുക്കണം. പവർ എന്ന് മാത്രമേ കൊടുക്കുന്നുള്ളൂ. അപ്പോൾ ഒന്നുകിൽ ഇത് ഡോക്യുമെൻറ്റ്സിലാണ് ഇതിപ്പോൾ കിടക്കുന്നത്, അതല്ല ഇനി ന്യൂ ഫോൾഡർ വേണമെന്നുണ്ടെങ്കിൽ അതെടുക്കാം എനിക്ക്. അല്ലെങ്കിൽ ബ്രൗസ് ചെയ്യുക. ബ്രൗസ് ചെയ്തതിന് ശേഷം നമുക്ക് പേര് കൊടുക്കുക. പവർ എന്നാണ് ഞാനിവിടെ കൊടുക്കുന്നത്. പവർന്ന് കൊടുത്തതിന് ശേഷം അത് എവിടെയാണോ ലൊക്കേഷൻ വേണ്ടത്, ഡെസ്ക്ടോപ്പാണ് ഞാനിവിടെ സെലക്ട് ചെയ്തിട്ടുള്ളത്. അപ്പോൾ സെലക്ട് ചെയ്തത് അവിടെ നമുക്ക് സേവ് ചെയ്യാം. മനസ്സിലായല്ലോ. ഇനിയിപ്പോൾ ഞാനിവിടെ മോഡിഫൈ ചെയ്യാണ്. പവർ പോയിൻ്റ് പ്രസൻറ്റേഷൻ 1 എന്നതാണ്. അപ്പോൾ എനിക്കിത് വീണ്ടും സേവ് ചെയ്യണമെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്താൽ മതി? ഇനി നമ്മൾ Ctrl+S അടിച്ചിട്ട് സേവ് ചെയ്താൽ മതി. അതല്ല, ഫയലിൽ പോയിട്ട് ജസ്റ്റ് ഒന്ന് സേവ് അടിച്ചാൽ മതി. അത് ആ ഒരു സംഭവത്തിൽ തന്നെ സേവ് ആയിട്ടുണ്ടാവും. അപ്പോൾ ഇനി ഓപ്പൺ ചെയ്യുന്നത് എങ്ങനെയാണെന്ന് കാണിച്ചു തരാം. അപ്പോൾ നമ്മൾ സേവ് പഠിച്ചു, സേവ് ആസ് പഠിച്ചു. ഒന്നുമില്ല, വളരെ സിമ്പിളാണ്. നമ്മൾ പുതിയൊരു ഡോക്യുമെൻ്റ് ആണ് ക്രിയേറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ ഓൾവേസ് സേവ് ആസ് യൂസ് ചെയ്യുക. അത് കഴിഞ്ഞ്
നമുക്ക് വീണ്ടും മോഡിഫിക്കേഷൻ വരുത്തിയത് നമ്മൾ വയ്ക്കാനാണെങ്കിൽ, മോഡിഫിക്കേഷൻ വരുത്തിയിട്ട് അതിനെ വീണ്ടും സേവ് ചെയ്യാനാണെങ്കിൽ ജസ്റ്റ് സേവ് അടിച്ചാൽ മതി. ഓക്കെ, അപ്പോൾ അത് ഓർമ്മിക്കുക. ഇനി ഞാനിപ്പോൾ ഡെസ്ക്ടോപ്പിലാണ്, നിങ്ങൾ കണ്ടു ഞാൻ ഡെസ്ക്ടോപ്പിലാണ് സേവ് ചെയ്തിട്ടുള്ളത്. അതുപോലെ തന്നെ ഓപ്പൺ ചെയ്യേണ്ട കേസ് എടുത്തിട്ടുണ്ടെങ്കിൽ ഓപ്പൺ ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ, നമുക്ക് ഒന്നുകിൽ റീസെൻറ്റ് ഡോക്യുമെൻറ്റ്സിൽ നിങ്ങൾ ഓപ്പൺ ചെയ്ത് വെച്ചത് കൊണ്ട് ഓൾറെഡി അവിടെ ഉണ്ടാവും, വന്ന് കിടക്കുന്നുണ്ടാവും, അതിൽ നിന്ന് ഓപ്പൺ ചെയ്യാം. അതല്ലെങ്കിൽ നമ്മൾ നേരത്തെ ബ്രൗസ് ചെയ്തില്ലേ, അതുപോലെ തന്നെ ബ്രൗസ് ചെയ്തിട്ട് ഡെസ്ക്ടോപ്പിലെത്തി ലൊക്കേഷൻ സെലക്ട് ചെയ്ത് കൊടുത്തിട്ട് നമുക്ക് അവിടുന്ന് ഓപ്പൺ ചെയ്തെടുക്കാം. ഓക്കെ ആണല്ലോ. അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ സേവ് ആസ് പിന്നെന്താണ് ഓപ്പൺ പഠിച്ചു. ഇനി മെയിനായിട്ടുള്ള കാര്യം എന്ന് പറഞ്ഞത് ഇനിയിപ്പോൾ ഇതെൻ്റെ ഹെഡിങ് ആണല്ലോ അല്ലേ. പവർ പോയിൻറ്റ് പ്രസൻറ്റേഷൻ എന്ന് പറയുന്നത് എൻ്റെ ഫസ്റ്റ് സ്ലൈഡാണ്. ജസ്റ്റ് പ്രസൻറ്റേഷൻ എന്ന് പറയുന്ന ഒരു ഹെഡിങ് ക്രിയേറ്റ് ചെയ്തിട്ടേ ഉള്ളൂ ഞാൻ. അപ്പോൾ ഇനി എനിക്ക് വേണ്ടത് എന്താണ്, ഇതിൻ്റെ അണ്ടറിൽ കുറച്ച് സ്ലൈഡ്സ് വേണം അല്ലേ. എന്നിട്ടാണ് ഞാൻ ഇനി എന്താണ് ഞാൻ ചെയ്യാൻ പോകുന്നതൊക്കെ സബ് ടൈറ്റിൽസൊക്കെ വെച്ചിട്ട് ഞാൻ പറയാൻ പോകുന്നത്. അപ്പോൾ എങ്ങനെയാണ് അത് ക്രിയേറ്റ് ചെയ്യുന്നത്, ജസ്റ്റ് ഇവിടെ കൊണ്ടുപോവുക. ഈസി ആയിട്ടുള്ള മെത്തേഡാണ്. ന്യൂ സ്ലൈഡ് എന്ന് പറഞ്ഞിട്ട് ഇവിടെ നിങ്ങൾക്ക് റൈറ്റ് ക്ലിക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ ഓപ്ഷൻ ഉണ്ടാവും, ന്യൂ സ്ലൈഡ് ഓട്ടോമാറ്റിക്കലി അവിടെ വരും. അപ്പോൾ ഈ ഒരു സ്റ്റൈലൊക്കെ നമുക്ക് മാറ്റാം, അത് ഞാൻ പറയാം. അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ ഇനി വേണമെങ്കിൽ വീണ്ടും ന്യൂ സ്ലൈഡ് വെച്ചിട്ടുണ്ടെങ്കിൽ വീണ്ടും അതിൻ്റെ അണ്ടറിൽ പുതിയ സ്ലൈഡ്സ് ക്രിയേറ്റ് ആവും. അപ്പോൾ ഇങ്ങനെയാണ് സ്ലൈഡ്സ് ക്രിയേറ്റ് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ എന്തൊക്കെ കണ്ടു, ഇപ്പോൾ നമ്മൾ ടാബ്സ് പരിചയപ്പെട്ടു, റിബൺസ് പരിചയപ്പെട്ടു, ഗ്രൂപ്പ്സ് കണ്ടു, പിന്നെന്താണ് സേവ് ആസ്, ഓപ്പൺ, ഈ ഓപ്ഷൻസൊക്കെ നമ്മൾ പഠിച്ചു കഴിഞ്ഞു. പിന്നെ ന്യൂ സ്ലൈഡ് ക്രിയേറ്റ് ചെയ്യുന്നത് അല്ലേ. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ കണ്ടു. അപ്പോൾ ഇനി നമ്മളിവിടെ കാണാൻ പോകുന്നത്, ഞാനിപ്പോൾ പറഞ്ഞു സേവ് ആസ് എന്നുള്ള ഓപ്ഷൻ പറഞ്ഞു. അപ്പോൾ നമ്മൾ ഈ പ്രസൻറ്റേഷൻ, ഈ സ്ലൈഡ് മീൻസ് ക്രിയേറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നതിൻ്റെ ഇടയിൽ നമുക്കിത് ഓട്ടോമാറ്റിക്കലി സേവ് ആകണം എന്നുണ്ടെങ്കിൽ, ഇത് ഓട്ടോമാറ്റിക്കലി സേവ് ആവുന്നുണ്ട്, പക്ഷേ നിങ്ങൾക്ക് അതിൻ്റെ ടൈമൊക്കെ സെറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിലുള്ള ഓപ്ഷൻ ഞാൻ പറയാം. ഓട്ടോ സേവ് എന്നുള്ള ഒരു ഓപ്ഷൻ ഉണ്ട്. ഫയലിൽ പോയാൽ ഓപ്ഷൻസ് ഉണ്ടാവുമല്ലോ, ഈ ഓപ്ഷൻസ് ഒന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. ഓക്കെ, അതിൽ സേവ് എന്ന് പറയുന്ന ഓപ്ഷൻ ഉണ്ട്. ഫയലിൽ ഓപ്ഷൻസിൽ സേവ് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ. ഓക്കെ, അപ്പോൾ അതെടുത്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ കാണാം സേവ് ഓട്ടോ റിക്കവർ ഇൻഫർമേഷൻ എവറി -minutes അല്ലേ. മീൻസ് എവറി 10 minutes ആണ് ഇവിടെ ഉള്ളത്. അപ്പോൾ അത് ഞാനൊന്നും കൂടി മാറ്റി കൊടുക്കുകയാണ്. എനിക്കിപ്പോൾ ഒരു 2-3 minutes കഴിയുന്നതിനനുസരിച്ച് ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളൊക്കെ എനിക്ക് ഓട്ടോ സേവ് ആയിട്ട് പോകണം. ഓക്കെ, അതായത് ഓട്ടോമാറ്റിക്കലി ഞാൻ സേവ് ചെയ്യാണ്ട് തന്നെ അത് സേവ് ആവണം. അപ്പോൾ 3 minutes ഞാൻ സെറ്റ് ചെയ്ത് കൊടുത്തു, കാണുന്നുണ്ടല്ലോ. എന്നിട്ട് ഞാനിവിടെ ഓക്കെ അടിച്ചിട്ടുണ്ടെങ്കിൽ ഇനി ഞാൻ എന്ത് ചെയ്താലും എന്താണ്, അത് ഓട്ടോമാറ്റിക്കലി സേവ് ആയിക്കോളും. ഒന്നുകൂടി പറയാം, ഫയലിൽ ഓപ്ഷൻസ് എടുക്കുക, ഓപ്ഷൻസിൽ സേവ് എന്ന് പറയുന്ന ഓപ്ഷൻ എടുക്കുക, അതിൽ പോയിട്ട് ടൈം സെറ്റ് ചെയ്ത്, നേരത്തെ ഞാൻ സെറ്റ് ചെയ്ത 3 ആണ് ഇവിടെ ഉള്ളത്. എന്നിട്ട് ഓക്കെ അടിച്ചിട്ടുണ്ടെങ്കിൽ ഫയൽസ് നമ്മൾ ചെയ്യുന്നതെല്ലാം ഓട്ടോമാറ്റിക്കലി അത് സേവ് ആയിക്കോളും. ഓട്ടോ സേവ് എന്ന് പറയുന്ന ഒരു ഓപ്ഷനാണ്. ഇനി നമ്മളിപ്പോൾ ഇവിടെ സ്ലൈഡ്സ് ക്രിയേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് അല്ലേ, 3 സ്ലൈഡ്സ് ക്രിയേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി എങ്ങനെ സ്ലൈഡ് ഷോ ചെയ്യാം അതുകൂടി പറഞ്ഞിട്ട് ഞാൻ ഈ വീഡിയോ നമുക്കിവിടെ വൈൻഡപ്പ് ചെയ്യാം. അപ്പോൾ എങ്ങനെയാണ് സ്ലൈഡ് ഷോ കാണിക്കുക, ഇവിടെ നിങ്ങൾക്ക് ഓപ്ഷൻ കാണാം, കണ്ടോ, ഈ ഒരു സ്ലൈഡ് ഷോ എന്ന് പറഞ്ഞിട്ട് കുഞ്ഞ് എഴുത്തിൽ നിങ്ങൾ കാണുന്നുണ്ടാവുമായിരിക്കും. ഇത് ക്ലിക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ടെങ്കിൽ ഇതാ നമ്മുടെ സ്ലൈഡ് ഷോ വരാനായി. ഇത് നിങ്ങൾക്ക് ഇങ്ങനെയാണ് എല്ലാവരും പ്രസൻറ്റ് ചെയ്യുന്നത്. ഇത് നമുക്ക് ഡിഫറെൻ്റ് ആയിട്ട്, അതായത് ആനിമേഷൻസ് സെറ്റ് ചെയ്ത് കൊടുത്തിട്ട് നമുക്ക് ചെയ്യാം. അങ്ങനെ ഒരുപാട് ഓപ്ഷൻസ് ഉണ്ട്, അതൊക്കെ നമുക്ക് വരുന്ന ക്ലാസ്സുകളിൽ ഡിസ്കസ് ചെയ്യാം. ഇതിപ്പോൾ ജസ്റ്റ് റൈറ്റ് ആരോ പ്രസ് ചെയ്ത് കൊടുത്തിട്ട് നമ്മൾ നെക്സ്റ്റ് സ്ലൈഡിൽ നമ്മളൊന്നും ക്രിയേറ്റ് ചെയ്തിട്ടില്ല, അതുകൊണ്ടാണ് ഇങ്ങനെ വരുന്നത്. ബ്ലാങ്ക് ആണ്, അടുത്തതും ബ്ലാങ്ക് ആണ്. അപ്പോൾ ഒന്നുകിൽ അപ്പ് ആരോ അല്ലെങ്കിൽ റൈറ്റ് ആരോ ക്ലിക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ടെങ്കിൽ നമുക്ക് അടുത്ത സ്ലൈഡ്സ് വരും. തിരിച്ചു പോകണമെങ്കിൽ നേരെ ഓപ്പോസിറ്റ് ആയിട്ടുള്ള ആരോ, അതായത് ലെഫ്റ്റ് ആരോ ക്ലിക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് അടുത്ത സ്ലൈഡിലേക്ക് മൂവ് ആവും. അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ സ്ലൈഡ് ഷോ ആക്കുന്നത്. ഓക്കെ, പ്രസൻറ്റ് ചെയ്യുന്നത് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും. ഇതിൽ നിന്ന് എക്സിറ്റ് ആവാൻ വേണ്ടിയിട്ട് നമ്മൾ എസ്കേപ്പ് അടിച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ തിരിച്ച് വീണ്ടും ഈ സ്ക്രീനിലേക്ക് തന്നെ വരുന്നതായിരിക്കും. അപ്പോൾ നേരത്തെ നമ്മൾ കണ്ടു സേവ് ചെയ്യുന്നതിനെ പറ്റിയിട്ട് അല്ലേ. സേവ് ചെയ്യുമ്പോൾ ജസ്റ്റ് ഞാനൊരു നെയിം കൊടുത്തു, PPT Excelലാണ് നമ്മൾ സേവ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇനി ഞാൻ ഒരു കാര്യം കാണിച്ചു തരാം. അതായത് ഇപ്പോൾ നമുക്ക് ഇതൊരു സ്ലൈഡ്സ് ആയിട്ട് തന്നെയാണ്. ഇപ്പോൾ നമ്മളോട് ഒരാൾ പറയുകയാണ് സ്ലൈഡ് പ്രിപ്പയർ ചെയ്ത് സബ്മിറ്റ് ചെയ്യണമെന്ന് പറയുകയാണെന്ന് വിചാരിക്കുക.
അപ്പോൾ അങ്ങനെയുള്ള സമയത്ത് നമുക്ക് അയാൾക്ക് സ്ലൈഡായിട്ട് തന്നെ, അതായത് പ്രസൻറ്റേഷനായിട്ട് തന്നെ അയാൾക്ക് നമുക്ക് ഇത് പെൻ ഡ്രൈവിലാക്കിയിട്ടോ എങ്ങനെയാണെന്ന് വെച്ചാൽ കൊടുക്കാം. അയാൾക്ക് പ്രസൻറ്റ് ചെയ്യുമ്പോൾ അതൊരു സ്ലൈഡായിട്ട് തന്നെയാണ് അതായത് പ്രസൻറ്റേഷനായിട്ട് തന്നെയാണ് വരുന്നത്. അല്ലാതെ ഇതേമാതിരി ഇങ്ങനെ ഓരോരോ സ്ലൈഡ് സെലക്ട് ചെയ്യേണ്ട ആവശ്യം അപ്പോൾ വരില്ല. കാണിച്ചു തരുമ്പോൾ മനസ്സിലാവും. ഇപ്പോൾ ഞാനിവിടെ എടുക്കുകയാണ്, ഫയലിൽ പോയിട്ട് ഞാൻ ഒന്നുകൂടി ഈ ഫയൽ സേവ് ചെയ്യാണ്. സേവ് ആസിൽ പോയിട്ട് ഇവിടെ നിങ്ങൾക്ക് കാണാം, ഇത് ഓൾറെഡി ഞാൻ കൊടുത്ത പേരാണ്. അത് കഴിഞ്ഞ് അതിൻ്റെ രണ്ടാമത്തെ ബോക്സിൽ കാണാം പവർ പോയിൻറ്റ് പ്രസൻറ്റേഷൻ PPTX എന്ന് കാണാം. ഇതാണ് നമ്മൾ സെലക്ട് ചെയ്യേണ്ടത്, PPSX എന്ന് പറഞ്ഞിട്ട് പവർ പോയിൻറ്റ് ഷോ ആണത്. അപ്പോൾ അത് ക്ലിക്ക് ചെയ്തിട്ട് ഞാനിതിവിടെ സേവ് ചെയ്തിട്ടുണ്ടെങ്കിൽ, ഓക്കെ, ഞാനതവിടെ സേവ് ചെയ്തു. ഇനിയിപ്പോൾ ഞാനിതൊന്ന് ക്ലോസ് ചെയ്യാണ്. അപ്പോൾ ഇനി ഞാനത് ക്ലോസ് ചെയ്തു. ഇനി എനിക്കിത് ഓപ്പൺ ചെയ്തെടുക്കണം. ഓപ്പൺ ചെയ്യാൻ വേണ്ടിയിട്ട് ഞാനിവിടെ ഡെസ്ക്ടോപ്പിലാണ് വെച്ചിട്ടുള്ളത്. അപ്പോൾ ഡെസ്ക്ടോപ്പിൽ തന്നെ ഞാനിത് ഡയറക്റ്റ് ഓപ്പൺ ചെയ്യുകയാണ്. എന്താ പറ്റുക നോക്കാം നമുക്ക്. കണ്ടോ, ഇത് ഒരു പ്രസൻറ്റേഷനായിട്ട് തന്നെ ഓപ്പൺ ആവുകയാണ്. അപ്പോൾ ഇങ്ങനെ നമുക്ക് വേണമെങ്കിൽ നമുക്കിങ്ങനെ തന്നെ ഒരാൾക്ക് കൊടുക്കാവുന്നതാണ്. അതായത് പെൻ ഡ്രൈവിലാക്കിയിട്ടോ എങ്ങനെയാണ് നമ്മൾ അയാൾക്ക് സബ്മിറ്റ് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നമുക്ക് ഇങ്ങനെ തന്നെ സബ്മിറ്റ് ചെയ്യണം. അതായത് പ്രസൻറ്റേഷനായിട്ട് തന്നെ നമുക്ക് സബ്മിറ്റ് ചെയ്യാം എന്നാണ് അതിൻ്റെ മീനിങ്. ഓക്കെ, മനസ്സിലായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇത്രയാണ് നമ്മുടെ ക്ലാസ് ഇന്ന്. നമ്മൾ വേഗം തന്നെ അടുത്ത ക്ലാസ് ഇടുന്നതായിരിക്കും. അപ്പോൾ അതിൽ നമുക്ക് കുറച്ച് സ്ലൈഡ്സൊക്കെ എടുത്ത് ഒരു പ്രസൻറ്റേഷൻ എങ്ങനെ നന്നായിട്ട് അടിപൊളിയാക്കിയിട്ട് നമുക്ക് പ്രസൻറ്റ് ചെയ്യുക എന്നുള്ളതൊക്കെ നമുക്കതിൽ കാണാം. ഓക്കെ ആണല്ലോ. അതിൽ ഞാൻ എന്തൊക്കെയാണ് നിങ്ങൾക്ക് വേണ്ട കാര്യങ്ങളൊക്കെ നമുക്ക് ഡിസ്കസ് ചെയ്യാം. അപ്പോൾ ഇന്ന് നമ്മൾ നോക്കിയത് ജസ്റ്റ് ഇതിൻ്റെ ഒരു ബേസിക് ആയിട്ടുള്ള ഒരു ഓവർവ്യൂ ആണ് അല്ലേ. ഒരു മീൻസ് ടാബുകൾ, ഡിഫറെൻറ്റ് ടാബ്സ് എന്തൊക്കെയാണ് അതിൻ്റെ അണ്ടറിൽ വരുന്നത്, റിബൺസിൻ്റെ അണ്ടറിൽ ഗ്രൂപ്പ്സ് ഉണ്ട്. അപ്പോൾ ഇതൊക്കെ ഡിസ്കസ് ചെയ്തു. പിന്നെ സേവ് ആസ്, ഓപ്പൺ, അതുപോലെ തന്നെ ഓട്ടോ സേവ് എന്ന് പറയുന്ന ഓപ്ഷൻ, സ്ലൈഡ്സ് എങ്ങനെ പുതിയ സ്ലൈഡ് ക്രിയേറ്റ് ചെയ്യാം, സ്ലൈഡ് ഷോ എങ്ങനെ ചെയ്യാം, ഇതൊക്കെയാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ കണ്ടത്. അപ്പോൾ എല്ലാവരും ഇത് മനസ്സിലായിട്ടുണ്ടെങ്കിൽ മറക്കാണ്ട് നിങ്ങൾ ലൈക്ക് ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങളുടെ കമൻറ്റ്, വിലയേറിയ അഭിപ്രായങ്ങളൊക്കെ ഞങ്ങളെ കമൻസിലൂടെ അറിയിക്കുക. അതുപോലെ തന്നെ ഫ്രണ്ട്സൊക്കെ ആയിട്ടൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ എല്ലാവർക്കും ഒരുപാട് താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ.